ശ്രീ ശ്രീകുമാർ മനയിൽ, ഇവിടെ ഈ വി.ഡി. സതീശൻ പറയുന്ന ബോംബ് എന്തായിരിക്കാം? ഇപ്പോ CPM-ന്റെ പ്രതിനിധിയാണ് ഈ ചർച്ചയിലുള്ളത്. എന്താണ് വി.ഡി. സതീശന്റെ മനസ്സിലെന്നാണ് ലഭിക്കുന്ന സൂചന? അല്ല വേണു, അതെ, ഞാൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പരസ്പരമുള്ള ലൈംഗികാരോപണങ്ങളും ഇത്തരം ഈ എന്താ പറയുക പുറത്തു വിടുന്ന തെളിവുകൾ, ഇതെല്ലാം ഇങ്ങനെ കേരള രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു ജീർണാവസ്ഥയിലേക്കാണ് കേരളത്തിൻ്റെ മൊത്തം രാഷ്ട്രീയത്തെ എത്തിക്കുള്ളൂ. കാരണം ഇവിടെ ലൈംഗികാരോപണങ്ങൾ മാത്രമാണ് ജനങ്ങളുടെ മുന്നിലുള്ള ഏക വിഷയം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചർച്ചകളൊക്കെ പോകുന്നത്. അത് കേരളീയ രാഷ്ട്രീയത്തിൻ്റെ ജീർണത തന്നെയാണെന്നുള്ള കാര്യത്തിൽ സാധാരണ ശരിയാണ് ഒരു വാദത്തിന് അംഗീകരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള കാര്യം അസാധാരണമായ ഒരു പ്രതികരണമാണ്. അങ്ങേക്കറിയാമല്ലോ, കേരള രാഷ്ട്രീയത്തിൽ അങ്ങേക്ക് സമാനമായ ഒരു അധ്യായം ചൂണ്ടിക്കാട്ടാൻ ഉണ്ടാകില്ല. അപ്പോൾ അതിൻ്റെ എല്ലാ അസാധാരണത്വത്തോടെയുമാണ് പരിശോധിക്കേണ്ടത്. അതിലുള്ള അങ്ങയുടെ വിലയിരുത്തൽ എന്താണ്? വേണു, അതെ, നമ്മൾ പറയാറുണ്ട് മുഖം നന്നാവത്തിന് കണ്ണാടി പൊട്ടിച്ചിട്ട് കാര്യമില്ലാന്ന്. CPM പോലെയോ BJP പോലെയോ ഉള്ളൊരു പാർട്ടിയല്ല കോൺഗ്രസ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. CPM-നെ ഞങ്ങളുടെ പാർട്ടിയിലൊരു ലൈംഗികാരോപണം ഞങ്ങളുടെ ഒരു നേതാവിനെതിരെ ഉണ്ടായി. അതുകൊണ്ട് അവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. നിങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടാകും, അത് ഞങ്ങൾ വിടും. കാരണം ഈ ഞങ്ങളുടെ പാർട്ടിയിലുണ്ടായ ലൈംഗികാരോപണത്തെ നിങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടാകുന്ന ആരോപണം വെച്ച് ഞങ്ങൾ നേരിടുമെന്ന് പ്രഖ്യാപിക്കുന്നത് ഒരിക്കലും നല്ല കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സംസ്കാരമാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉയർന്നു വരാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഖം നന്നാവാത്തതിന് കണ്ണാടി പൊട്ടിച്ചിട്ട് കാര്യമില്ല. കാരണം CPM നേതാക്കൾക്കെതിരെ ഉണ്ടാകുന്ന ആരോപണമോ BJP നേതാക്കൾക്കെതിരെ ഉണ്ടാകാൻ പോകുന്ന ആരോപണമോ ഒന്നുമല്ല ഇവിടെ വിഷയം. കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ പരാജയം ഈ വിഷയത്തിൽ അന്തർലീനമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് രാജിവെപ്പിക്കാൻ ഇവർക്ക് കഴിയാതെ പോയി എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. അതിലേക്ക് വരാം സർ. ഇതിലെ പ്രശ്നം ഇപ്പോൾ മുഖം നന്നാകാത്തതിന് കണ്ണാടിയെ കുറ്റം പറയുന്നു. ഇവിടെ ലൈംഗികാരോപണം ഉണ്ടാകുമ്പോൾ അവിടേക്കും ലൈംഗികാരോപണം ഉണ്ടാകുമെന്ന സൂചന നൽകി പ്രതികരിക്കുന്നു. അത് വേണ്ട എന്നാണോ അങ്ങ് പറയുന്നത്? ഇവിടെ അതുപോലെ തന്നെ അങ്ങ് മറുപടി പറയേണ്ട ഒരു കാര്യം നിതിൻ പറയുകയുണ്ടായി. ഒരു സെക്കൻഡ്, നിതിൻ ഇവിടെ പറയുകയുണ്ടായി, ഞങ്ങൾ ആരെങ്കിലുമാണോ ഇത് ഉന്നയിച്ചത്, ഇത് പൊതുസമൂഹത്തിലേക്ക് വരികയായിരുന്നില്ലേ എന്ന്. ഒരു വാദത്തിനത് ശരി തന്നെയാണ്. പക്ഷേ കോൺഗ്രസ് കരുതുന്നില്ലേ ഇതിന് പിന്നിൽ CPM-ന്റെ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇതിന്റെ പിന്നിൽ BJP കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന്? അവർ പ്രത്യക്ഷത്തിൽ വന്നിട്ടില്ല, പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് കോൺഗ്രസ് കരുതുന്നില്ലേ? എന്ന് മാത്രവുമല്ല, സതീശനടക്കമുള്ളവർക്ക് ഇത് നേരത്തെ തന്നെ ഇതിന്റെ സൂചനകൾ ലഭിച്ചിരുന്നു. ആ ഘട്ടങ്ങളിലെല്ലാം സതീശൻ അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങളോട് പറഞ്ഞതായി അറിയാൻ കഴിയുന്നത്, ഇതിൽ കൃത്യമായി പരാതിക്കാർ വരികയാണ് എങ്കിൽ ആ പരാതി പറയുന്ന പെൺകുട്ടികൾക്കൊപ്പം, സ്ത്രീകൾക്കൊപ്പം പാർട്ടി നിൽക്കുമെന്ന് തന്നെ അടിയുറച്ച നിലപാട് അദ്ദേഹം എടുത്തു എന്നുമാണ്. അപ്പോൾ ഏതൊക്കെ കേന്ദ്രങ്ങൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചു, അത് ഏത് സ്വഭാവത്തിൽ വരും, ഇതുമായി ബന്ധപ്പെട്ട മുന്നറിവുകൾ കോൺഗ്രസിനും ഉണ്ടായിരുന്നില്ലേ?